പാടിയ പാട്ട് അർത്ഥം നമ്മൾ ഗ്രഹിച്ചെങ്കിൽ ആ പാട്ട് തന്നെ ഒരു വചനം തന്നെയാണ്. अभी जो गाया हुआ गीत में ही अगर हम उसको ध्यान देंगे तो वो खुद ही एक वचन है. കാരണം കർത്താവിന്റെ മക്കള് ഒന്നിച്ച് വസിക്കുകയും ഒന്നിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നതും എത്ര ശുഭവും എത്ര മനോഹരമാവുന്നു എന്നാണ് ഇതിനകത്ത് സെൻസർ പറയുന്നത്. क्योंकि उस गीत का पंक्तियों में इस तरह हम देखते हैं, जैसा हम भजन संगीता 133 में हम पढ़ते हैं कि परमेश्वर के बच्चे लोग, संतान लोग जब एकत्र होते हैं वो बहुत ही शुभ और बहुत ही मनोहर और बहुत ही आनंदमय बात है. അതിലപ്പുറമായിട്ട് ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിലുള്ളതല്ല. इसके अलावा या इसके बाहर अगर कोई आनंद अगर हम लोग ढूंढ रहे हैं तो देखा जाए तो प्रियो हम लोग फिर मसीह के लोग है ही नहीं. നമ്മുടെ സന്തോഷവും നമ്മുടെ ആനന്ദവും എല്ലാം ഈ ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം. അത് സഹോദരന്മാർ ഒന്നിച്ചുള്ള സന്തോഷവും ആനന്ദവും ആയിരിക്കണം. क्योंकि भाई लोगों के विषय में देखा जाए तो मसीह लोग इस तरह एकत्र इकट्ठा होना ही और वो आनंद और एकत्र होते समय में जो आनंद मिलता है वही सभी विश्वासियों का आनंद रहना चाहिए. इसके बाहर और कोई आनंद नहीं होना चाहिए. ഇന്ന് ലോകപ്രകാരം പല സന്തോഷങ്ങളും ആനന്ദങ്ങളും കൂടി വരുന്ന ഒരു അവസരത്തിലാണ് നാം ആയിരിക്കുന്നത്. क्या संसार में अगर हम देखेंगे तो बहुत ही बातें हैं संसार में जहाँ पर संसारिक बातों से लोगों का आनंद बढ़ते जा रहा है. നമ്മള് വീടിന് പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ നമ്മുടെ വായ്ക്ക് രുചി വരുത്തുന്ന അനേക ഭക്ഷണ പദാർത്ഥങ്ങൾ പുതിയതായിട്ട് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. उदाहरण के लिए अगर देखा जाए तो घर से बाहर निकलते ही हम देखते हैं बहुत से बातें हैं जो हमारे मुंह में स्वाद लाने के लिए बहुत सा दुकानें और होटलें खुला हुआ है. ഇതെല്ലാം നമ്മുടെ യേശു തന്റെ പരിശുദ്ധ അവസാന നാളുകളിൽ പ്രവചനാത്മാവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. और ये सब बातें प्रभु ने जब इस दुनिया में सेवा करने का आत्मा में सब बताया था. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യത്തില് കർത്താവ് ഇത് പ്രവചനാത്മാവിൽ പറഞ്ഞ കാര്യമാണ്. लूका का पुस्तक 21वां अध्याय में प्रभु ने पहले से ही ये बात भविष्यवाणी का आत्मा में बताया था. മനുഷ്യന്റെ സന്തോഷമെല്ലാം ഈ പുതിയ രുചികൾക്ക് വേണ്ടി അവർ തേടി ഇറങ്ങുന്ന ഒരു അവസരത്തിൽ ആണ് നാം ആയിരിക്കുന്നത്. क्योंकि मनुष्य का खुशी और आनंद इस संसार के नया स्वाद में और नया बातें जो नया रुचि और स्वाद लाता है उन सब बातों में उनका आनंद हो जाएगा. ഇതെല്ലാം കർത്താവിന്റെ വരവിനെ മുൻകൂട്ടി പ്രവചിച്ച പ്രവചനമാണ്. കർത്താവ് തന്നെ പ്രവചിച്ച പ്രവചനമാണ്. और ये सब प्रभु का आगमन, प्रभु ने अपने पहले आगमन में इस विषय में जब इस दुनिया में आते समय में ये सब भविष्यवाणी किया था कि जब वो दूसरा രണ്ടാം വരവിനെ പറ്റിയുള്ള क्या होगा करके പ്രവചനത്തിൽ കർത്താവ് പറയുന്നത്. प्रभु जब रहते समय में वो क्या दूसरे आगमन में जब आते समय में क्या बातें रहेगा वो बातें कहा है. എന്നാൽ ഒരു ദൈവവചനത്തിലെ സന്തോഷം ഈ ലോകത്തിന്റെ സ്വാദോ ഈ ലോകത്തിന്റെ ആസ്വാദനമോ അല്ല എന്നാണ് വചനം വ്യക്തമായി സംസാരിക്കുന്നത്. परंतु प्रभु का वचन अगर हम पढ़ते समय में हमें मालूम पड़ता है कि एक विश्वासी का इस दुनिया का कोई भी बात का रुचि या स्वाद नहीं है. അപ്പോസ്തലനായ പൗലോസ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു. അവന്റെ ജ്ഞാനത്തില് हम देखते हैं कि प्रेरित पौलुस जब उस दुनिया में रहते समय में संसार का बहुत बड़ा ज्ञानियों में से एक था. ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിയായിരുന്നു പൗലോസ്. और पौलुस एक ऐसा व्यक्ति था जो उस समय का सबसे ज्यादा विद्या प्राप्त कर चुका था. സ്വന്തമായി കപ്പലിന്റെ ഉടമയായിരുന്നു. यहाँ तक कि वो इतना धनवान था कि उसके पास खुद का एक जहाज भी था. എന്നാൽ ക്രിസ്തുവിന്റെ ആ സ്നേഹം അവൻ കണ്ടുമുട്ടിയപ്പോൾ ഈ ലോകത്തിന്റെ ധനമെല്ലാം ചപ്പും ചവറും എണ്ണ അവൻ എണ്ണി. परंतु जब उसने मसीह को प्रेम को उसने जान लिया तो संसार का जो भी धन की बातें था वो सब उसको उसने कूड़ा कचरा समझा. നമ്മളൊന്നും പൗലോസിന്റെ അടുക്കൽ പോലും എത്തുവാൻ നമുക്ക് നമ്മുടേതായ യോഗ്യത നമുക്കിപ്പോൾ ഇല്ല. अगर हम अपना भक्ति का हिसाब करेंगे तो पौलुस के सामने तो हम कभी भी पास नहीं आ सकते. उतना बड़ा भक्त था पौलुस. എന്നാൽ ക്രിസ്തുവിന്റെ ആ സ്നേഹം അവൻ കണ്ടുമുട്ടിയപ്പോൾ അവന് ലോകത്തിന്റെ ധനം
അതെല്ലാം ചപ്പും ചവറുവാൻ എണ്ണി. पौलुस एक ऐसा व्यक्ति था जो मसीह का प्रेम के को पहचानने की वजह से संसार का सारा धन को उसने कूड़ा कचरा समझा. ആണ് അപ്പോസ്തലൻ പറയുന്നത്, വിട്ടുപിരിഞ്ഞ് ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ഇരിപ്പാൻ അധികം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. फिलिपियों का पुस्तक पहला अध्याय में हम पढ़ते हैं कि पौलुस कहता है कि ये सब छोड़कर मसीह के साथ रहना मेरे लिए ज्यादा लाभ है. അത്രമാത്രം അവൻ ആ സ്വർഗീയ ദർശനത്താൽ വിവശനായി തീർന്നു. उतना वो प्रभु का उस प्रेम में और उस स्वर्गीय दर्शन में वो विवश हो चुका था. നമുക്ക് ഈ ദർശനം നഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ ജഡത്തിലായി തിരിയുകയും നമ്മൾ ജഡപ്രകാരം ലോകത്തിലേക്ക് നമ്മുടെ ഹൃദയ കണ്ണുകൾ അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഏക കാരണമാണ് നമുക്ക് ഈ ദർശനം നഷ്ടപ്പെടുവാനുള്ള കാരണം. और आज हम लोग इस नजरिए से हम देख नहीं पाते या ये दर्शन में हम रह नहीं पाते. क्यों? क्योंकि हम लोग बहुत जल्दी हमारा आके संसार की बातों में चले जाता है. हमारा नजर, हमारा ध्यान सब संसार की बातों में रहने की वजह से पौलुस जिस नजरिया और दर्शन से जी रहा था उस नजरिए से हम नहीं जी पाते. അവനാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 38-39 പറയുന്നത്, इसलिए पौलुस रोमियो का पुस्तक 8वां अध्याय का 38 में और 39 में इस तरह कहता है. അതിനകത്ത് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അവനെ ഒന്നിനോ വേർപിരിക്കാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. 38-39 पढ़ेंगे. क्योंकि मैं निश्चय जानता हूँ कि न मृत्यु, न जीवन, न स्वर्गदूत, न प्रधानताएं, न वर्तमान, न भविष्य, न सामर्थ, न ऊंचाई, न गहराई और न कोई और सृष्टि हमें परमेश्वर के प्रेम से जो हमारे प्रभु मसीह यीशु में है अलग कर सकेगी. ഇന്ന് നമുക്ക് വേണ്ടത് ലോകത്തിലെ സ്ഥാനങ്ങളാണ്, വാഴ്ചകളാണ്, അധികാരങ്ങളാണ്. आज हमको इस दुनिया में जीते समय में संसार में थोड़ा अधिकार चाहिए, थोड़ा स्थान चाहिए, थोड़ा पोजीशन चाहिए. പേരും പെരുമയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. हम लोग हमेशा दुनिया में जीने के लिए थोड़ा नाम, इज्जत कमाए, उसके लिए हम लोग काम और मेहनत करते हैं. ഒരു കാലത്ത് ഞാനും അങ്ങനെ ഒരു കൂട്ടത്തിലായിരുന്നു. और एक समय में मैं भी उसी समान के लोगों के समान था. എന്നാൽ കർത്താവ് കൃപയാൽ അവിടുന്നൊക്കെ എന്നെ വിളിച്ചു വേർതിരിച്ചു. അതിനായി സ്തോത്രം ചെയ്യുന്നു. परंतु मैं प्रभु को धन्यवाद देना चाहता हूँ कि उस सब बातों से प्रभु ने मुझे अलग करके प्रभु में मुझे चुनकर अलग किया. എന്നാൽ പൗലോസിന്റെ ആ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ പൗലോസിന്റെ പൊസിഷൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷൻ ആയിരുന്നു. पौलुस का जीवन में अगर देखा जाए तो उनको जो स्थान और आदर, जो पोजीशन, जो पदवी पौलुस का था वो संसार में बहुत ऊंचा था. കാരണം ഗബ്രിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. क्योंकि उस समय का जो सबसे ज्ञानवान और बुद्धिमान गमालियल नाम का बुद्धिमान के पैरों के नीचे रहकर हमेशा वो सीखता था. ആ ജ്ഞാനം വലിയ ജ്ഞാനം എന്ന് പറഞ്ഞ് അതിന് വില കൽപ്പിച്ച് ക്രിസ്ത്യാനികളെ മുടിപ്പിപ്പാൻ ഇറങ്ങി തിരിച്ച വ്യക്തിയായിരുന്നു ശൗൽ എന്ന പൗലോസ്. और जब वो पौलुस शाऊल था, वो क्योंकि गमालियल के नीचे सिखाया बोलकर उस ज्ञान और घमंड में रहकर बहुत से मसीह लोगों को सताने के लिए वो जाता था. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം കണ്ടുമുട്ടിയപ്പോൾ അവന് ജ്ഞാനം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി അവനെ തന്നെ താഴ്ത്തുകയായിരുന്നു. परंतु मसीह का ज्ञान का पहचान का जब उसको मिलने के बाद उसका खुद का ज्ञान कुछ भी नहीं है, उसने पहचान लिया. ഈ അപ്പോസ്തലൻ മുഖാന്തരമാണ് ഈ കൃപയുടെ സുവിശേഷം സഭ മുഖാന്തരം ലോകത്തിൽ അറിവായി വന്നത്. और आज हम देखते हैं कि क्योंकि उसने इस निर्णय लेने की वजह से था, हम देखते हैं कि पौलुस को परमेश्वर ने पौलुस को इतना इस्तेमाल किया कि ये अनुग्रह का सुसमाचार पौलुस के द्वारा पूरा दुनिया भर फैलने का कारण बना. അതിനു മുമ്പ് സംസാരിച്ച അപ്പോസ്തലന്മാർക്കൊന്നും ഇത് കൃപയുടെ സുവിശേഷമാണെന്ന് വെളിപ്പെട്ട് വന്നിരുന്നില്ല. परंतु उसके पहले जब चेले लोग और प्रेरित लोग, बाकी प्रेरित लोग पौलुस के पहले जिस तरह पौलुस कितना गहराई से सुसमाचार, अनुग्रह का सुसमाचार बांट रहा था, उस गहराई से उनको बांटने नहीं हो पा रहा था. അത്രമാത്രം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പൗലോസ് ബന്ധിതനായി തീർന്നു. उतना प्रेरित पौलुस परमेश्वर का, प्रभु का उस प्रेम में विवश होकर वो चलाया जा रहा था.
അപ്പോസ്തലൻ തന്നെ പറയുന്നതാണ്. ഇതിന്റെ 2-ാം സെൻസിൽ പറഞ്ഞ പാട്ടിന്റെ ഒരു വാക്യമാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. और जो गीत गाया था उसका दूसरा पंक्ति हम पढ़ते हैं एफेसों का पुस्तक 2:4 में हम पढ़ते हैं, 4:5. सॉरी 4:5 में, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരും ഇരിക്കുന്നതിനുമായവൻ, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. पढ़ेंगे 5 और 6. एक ही प्रभु है, एक ही विश्वास, एक ही बपतिस्मा और सबका एक ही परमेश्वर और पिता है, जो सबके ऊपर और सबके मध्य में और सब में है. നമുക്ക് വാക്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഒരു പിതാവേ ഉള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ हम लोग तो बहुत सा ऐसा वाक्य पढ़कर हम लोग को मालूम भी है, बोलते हैं कि एक ही प्रभु है, एक ही विश्वास है, एक ही पिता है बोल के. എന്നാൽ ഇന്ന് കാണുന്ന ലോകത്തിൽ അവരുടെ സ്ഥലത്തില് പാസ്റ്റർമാരെയൊക്കെ അല്ലെങ്കിൽ ആ സഭയുടെ സ്ഥാപകൻ എന്ന് പറയുമ്പോൾ അവരെ പിതാവ് എന്ന് വിളിക്കുകയും അവരെ വണങ്ങുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. परंतु हम एक ऐसा जमाने में जीते हैं जहां पर जो लोग मसीहा करके बोलते हैं, कलीसिया में एकत्र होकर वो लोग ने कोई मनुष्य को कलीसिया का मुखिया बनाकर उसको पास्टर और उसको पादरी बोलकर उसको इज्जत देते हैं और प्रभु को नहीं देते. നമുക്ക് ഒരു പിതാവ് മാത്രമേ ഉള്ളൂ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് മാത്രം. हमारे पास एक ही पिता है जो है स्वर्गीय पिता. എന്നാൽ ആ ഒരു ജ്ഞാനം അവർക്ക് ഇല്ലാതായി തീർന്ന് അവർ ലോകത്തിൽ കാണുന്നവരെല്ലാം പിതാവെന്ന് വിളിക്കുകയാണ്. परंतु आज जो नामधारी विश्वासी लोग जो नामधारी है उन लोगों को इस प्रकार का ज्ञान नहीं मिला है, इसलिए संसार में कोई भी मनुष्य को वो लोग अधिकारी ठहरा कर उसको वो लोग पिता पिता बुला रहे हैं. എന്നാൽ കൃപയാൽ ഇന്ന് നമുക്ക് ഈ ജ്ഞാനം ആത്മാവിൽ ഗ്രഹിപ്പാൻ ഇടയായി തീർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. परंतु प्रभु का धन्यवाद हो कि प्रभु ने अनुग्रह से हमें इस विषय का ज्ञान प्रभु ने हमको दिया है. നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒരു കണ്ണികളാണ്. നമ്മളെ ആ കണ്ണിയിൽ നിന്ന് നമ്മളെ ആരും ചെറുതായോ വലുതായോ കാണുവാൻ ഇടയാകരുത് എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. हमें प्रभु ने परमेश्वर का अनुग्रह से प्रभु मसीह में हम सबों को एक ही भाग बनाया है. मसीह में एक ही भाग है हम, और उस एक भाग में हम रहते समय में वो गीत जब हम गाते समय में उसमें लेखक इस तरह लिखा है कि क्योंकि हम सब एक ही बात में जुड़ा हुआ है, कोई भी हम एक दूसरे को ऊपर नीचे ऊंचा नीचा करके ना देखे, हम सब एक है, एक ही भाग के सदस्य है करके एक दूसरे को देखना है. കാരണം എല്ലാവർക്കും വേണ്ടി ക്രിസ്തു ഒരേ രക്തമാണ് ചിന്തിയത്. क्योंकि हम सभी लोगों के लिए मसीह ने एक ही समान लहू बहाया. അവിടെ ആർക്കും കൂടുതലായോ കുറവായോ ക്രിസ്തു രക്തം ചിന്തിയിട്ടില്ല. कुछ लोगों को ज्यादा खून बहाया, कुछ लोगों को कम खून बनाया, ऐसा नहीं है. सभी को एक ही माप में एक ही समान में बहाया है. ദൈവസന്നിധിയിൽ അർപ്പിച്ച ആ രക്തം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരേ വിലയാണ് ദൈവം കൽപ്പിച്ചത്. परमेश्वर के उपस्थिति में यीशु मसीह ने जो क्रूस पर जो लहू बहाया था वो परमेश्वर के सामने सबके लिए एक ही माप में और एक ही कीमत है. എന്നാൽ നമ്മൾ സഭയിൽ ആരെങ്കിലും ചെറുതായോ വലുതായോ ആർക്കെങ്കിലും പ്രത്യേക പരിഗണനയോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുള്ളതല്ല. इसलिए कलीसिया में आते समय में कुछ लोगों को ज्यादा इज्जत देते हैं, कुछ लोगों को ज्यादा स्थान देते हैं और बाकी लोगों को थोड़ा स्थान देते, ज्यादा इज्जत नहीं देंगे, तो ऐसे लोगों ने अभी तक मसीह का प्रेम को नहीं समझा है. ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പാപികളുടെയും ദുഷ്ടന്മാരുടെ കൂടെയൊക്കെയാ ക്രിസ്തു നടന്നതും ജീവിച്ചതല്ല. हम देखते हैं प्रभु जब इस दुनिया में जीते समय में वो पापियों के साथ और जो चुंगी लेने वाले उन लोगों के साथ वो बैठता था, खाता था. അന്നുള്ള ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ അതിനെ അപഹസിക്കുകയും കളിയാക്കുകയും ചെയ്തു. ये सब बातों को उस समय का जो फरीसी लोग सदूकी लोग जो समय में भक्त माना जाते थे, यीशु का एक कार्य को देखकर उसका मजाक उड़ाते थे. സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ടും തിരിക്കപ്പെട്ടും ഉള്ളവരുടെ ഇടയിലാണ് ക്രിസ്തു ജനിക്കുകയും ജീവിക്കുകയും ചരിക്കുകയൊക്കെ ചെയ്തത്. और हम देखते हैं कि समाज में जो सबसे नीचा और जो ठुकराए गए हुए लोगों के साथ था यीशु समय बिताता था. എന്നാൽ നമ്മുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. അതിൽ താണ അവസ്ഥയായിരുന്നു നമ്മളും. എന്നാൽ ഈ താണ അവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ താണ അവസ്ഥയിലേക്ക് കടന്നു വന്നത്. और हमारा अवस्था देखा जाए तो
हम लोग तो वो समाज में ठुकराए हुए लोगों से भी नीचा अवस्था में था। हम जैसे नीचे और तुच्छ जाने हुए लोगों को बचाने के लिए प्रभु हमसे हमारे पास आया। സമൂഹത്തിൽ നമ്മൾ മാന്യന്മാരാക്കി ആയിരിക്കും, എന്നാൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ വെറും പാപികളായിരുന്നു. स्वाभाविक रीति से या बाहरी शारीरिक रीति से समाज में हम लोग को बहुत इज्जत है करके हम लोग को लगेगा, या बहुत ही थोड़ा स्थान है करके लगेगा, परंतु परमेश्वर के सामने हम बहुत ही नीचा लोग है। എന്നാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് കർത്താവ് നമ്മളെ ഇത്രമാത്രം ഉയർത്തി വെച്ചിരിക്കുന്നത്. और प्रभु ने इस तरह का परिस्थितियों से हमें हटाकर हमें ऊंचा स्थान में प्रभु ने हमें रखा है। ഇന്ന് ദുഷ്ടലോകത്തിന് നമ്മൾ ഒരു കുറ്റവും വിധിക്കാതെ വണ്ണം നമ്മളെ ദൈവം ക്രിസ്തുവിൽ മറച്ചിരിക്കുകയാണ്. आज ये दुष्ट संसार जो हमेशा दोष लगाता है, उन लोगों के सामने प्रभु ने हमें बिना कोई आरोप के उपस्थिति में प्रभु ने हमें मसीह में हमें छुपा कर रखा है। എന്നാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഈ ക്രിസ്തുവുമായിട്ടുള്ള നിരപ്പിന്റെ അനുഭവം നമുക്ക് ദിനംതോറും ആവശ്യമാണ്. और हमारा जिम्मेदारी बनता है कि जब हम इस दुनिया में जीते समय में मसीह के साथ मेल मिलाप में रहे। ഈ നിരപ്പിന്റെ അനുഭവം ക്രിസ്തുവുമായിട്ട് മാത്രമല്ല, ദൈവത്തോട് മാത്രമല്ല, കൂട്ടുസഹോദരങ്ങളോടും വേണമെന്നാണ് വചനം പറയുന്നത്. और वचन हमें ये सिखाता है कि ये मेल मिलाप का ये स्वभाव सिर्फ प्रभु के साथ ही नहीं, बल्कि हमारे आसपास के सह भाइयों के साथ, मसीह में जो हमारा संगी भाई है उनके साथ भी हमें ये मेल मिलाप का सेवा बनाए रखना है। സഹോദരന്മാരുമായിട്ടുള്ള കൂട്ടായ്മ അത് അനുദിനം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു അനുദിനം തേജസ്മേൽ തേജസ് പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. इतना हम लोग इस दुनिया में जीते समय में मसीह के सह भाइयों के साथ हम लोग रिश्ता बढ़ाकर उस प्रेम में हम रहते हैं, उतना उतना हम आने वाले युग में हमारा महिमा बढ़ते रहेगा। നമ്മുടെ വരാനുള്ള യുഗത്തില് നമ്മുടെ ഈ തേജസ് വർദ്ധിക്കണമെങ്കിൽ ഇന്ന് തേജസ് വർദ്ധിപ്പിക്കുവാൻ നമുക്കുള്ള ഏക പോംവഴി സഹോദരന്മാരുള്ള കൂട്ടായ്മയാണ്. हम देखते हैं कि हम अगर जगह आने वाले युग में, आने वाला संसार में जब प्रभु हमें आने वाले युग में जो बुला रहा है, वहां पर अगर ऊंचा स्थान और ऊंचा महिमा और पदवी में अगर रहना है तो उसमें भूमि में ही उसका रास्ता है, और वो एक है हम देखते हैं कि भाइयों के साथ भाईचारा और प्रेम और संगति में बने रहना। സഹോദരന്മാരുള്ള കൂട്ടായ്മയാണ് നമുക്കുള്ള ബലവും നമ്മുടെ ശക്തിയുമെല്ലാം. क्योंकि भाइयों के साथ का जो निरंतर संगति और भाईचारा बनाए रखना ही विश्वासियों का बल है। ആരെയും ഒരു വിശ്വാസിയും ഒറ്റയ്ക്ക് വളരുവാൻ കഴിയുകയില്ല ആത്മീയതയിൽ. कोई भी विश्वासी अपना स्वयं में अपने आप में अकेला बढ़ नहीं सकता। അവന് അങ്ങനെ ഒരു പരിധിവരെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ വളരുവാൻ കഴിയും, പക്ഷെ അത് അവന്റെ കൂട്ടായ്മയിലാണ് അത് പ്രതിഫലിക്കേണ്ടത്. वो अपना शारीरिक ज्ञान में वो जब इस दुनिया में जीते समय में उसको थोड़ा सीमाएं हैं, वो मसीह का उस प्रेम में वो बढ़ेगा, परंतु उस प्रेम जितना वो मसीह में वो बढ़ा है वो ഹലോ हाँ പറഞ്ഞോ. അങ്ങനെ നമ്മുടെ കൂട്ടായ്മ ക്രിസ്തുവുമായിട്ടും അങ്ങനെ കൂട്ടു സഹോദരമായിട്ടുമാണ് നമ്മുടെ കൂട്ടായ്മ ആയിരിക്കേണ്ടത്. इसलिए हमारा संगति अपना मसीह के साथ और सह भाइयों के साथ रहता है. ഈ കൂട്ടായ്മ അനുദിനം വളരുമ്പോൾ നമുക്ക് ആ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ശരിയായ രീതിയിൽ ഒഴുകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ये संगति इस रीति से बढ़ते समय में है, ये प्रेम सही रीति से आपस में बढ़ते रहते समय में है, भाइयों के साथ का संगति भी बढ़ता है. എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാല് നമ്മള് ടേബിൾ മീറ്റിങ്ങിന് കൂടുമ്പോൾ ആ കൂട്ടായ്മ ആ ഒരു ദിവസം വരാൻ വേണ്ടി ദിനംതോറും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുവാൻ ഒരു അനുഭവം എനിക്കുണ്ട്. मेरा व्यक्तिगत अनुभव अगर मैं बताऊं तो मैं हमेशा उस प्रभु मेज के लिए मैं इंतजार करता हूँ, जहाँ पर सभी भाई बहन लोग उस प्रेम में एकत्र हो सकते हैं. ये बात को देखकर हमेशा मैं प्रभु मेज हर हफ्ते का पहला दिन का प्रभु मेज का मैं वाट जोते रहता हूँ. കർത്താവിന്റെ നമ്മുടെ സഹോദരന്മാരെ കർത്താവിലുള്ള ക്രിസ്തുള്ള സഹോദരന്മാരെ കാണുമ്പോൾ അവരുടെ ക്രിസ്തുവിനെ കാണുവാനും ആ സന്തോഷം അനുഭവിക്കാനും ഇടയായി തീരുന്നു. അതാണ് നമ്മുടെ സന്തോഷം. हमारा आनंद इस बात में है कि जब हम मसीह में हमारा सह भाइयों को मिलते समय में उसमें हमारा आनंद बढ़ता है. ഇങ്ങനെ ഉള്ള കൂട്ടായ്മയിൽ നമ്മൾ വളരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥമായി നമുക്ക് ക്രിസ്തുള്ള സന്തോഷം
പങ്കിടുവാനും ആനന്ദം അനുഭവിക്കാനും കഴിയുന്നത്. इस तरह का आनंद में जब हम लोग बढ़ते रहते समय में है, हम मसीह का आनंद और प्रेम में बढ़ते हैं. നമുക്ക് ഒറ്റയ്ക്കൊരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കഴിയുകയില്ല. हमको अकेला एक मसीह जीवन जीना है करके बोलकर वैसा हम जी नहीं सकते. നമുക്ക് പേഴ്സണലായിട്ട് ക്രിസ്തുമായിട്ടൊരു ബന്ധം വേണം. हमें व्यक्तिगत रीति से प्रभु के साथ एक व्यक्तिगत रिश्ता तो चाहिए. വചന ധ്യാനമൊക്കെ വേണം. वचन का ध्यान करना, मनन करना वो व्यक्तिगत रीति से चाहिए. എന്നാൽ അത് നമ്മളിൽ എന്തുമാത്രം ക്രിയ ചെയ്തു എന്ന് നമ്മൾ അറിയുന്നത് സഹോദരന്മാരുടെ കൂട്ടായ്മകളാണ്. परंतु वो वचन जो हमने व्यक्तिगत रीति से संगति जो अनुभव किया है, मनन किया है, वो मैंने कितना सीखा, वो मैंने कितना अनुभव किया, भाइयों के साथ संगति करने के द्वारा मालूम पड़ता है, वो बाहर प्रकट होता है. അങ്ങനെ ദിനംതോറും ഈ കൂട്ടായ്മയിൽ ഈ ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലും സഹോദരന്മാരുടെ കൂട്ടായ്മയിലും നമ്മൾ മുന്നേറുമ്പോൾ നമ്മൾ അകത്തെ മനുഷ്യൻ അനുദിനം വളരുകയാണ് ചെയ്യുന്നത്. इस तरह व्यक्तिगत रीति से जब हम प्रभु के साथ संगति में बढ़ते हैं और बाहरी रूप से जब हम भाइयों के साथ संगति में बढ़ते रहते समय में है, वास्तव में एक मसीह विश्वासी का बढ़ोतरी होता है. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, കൊലോസ്യർ 2:1-11 പറയുന്നത്, കൊലോസ്യർ 2:11-12 में ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കും അവന്റെ മഹത്വത്തിന് വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഇതൊരു പ്രാർത്ഥനയാണ് അപ്പോസ്തലന്റെ. കൊലോസ്യ का पुस्तक 1:12-13 पढ़ेंगे. और पिता का धन्यवाद करते रहो जिसने हमें इस योग्य बनाया कि ज्योति में पवित्र लोगों के साथ मिरास में सहभागी हो. उसी ने हमें अंधकार के वश से छुड़ाकर अपने प्रिय पुत्र के राज्य में प्रवेश कराया. ये पौलुस एक प्रार्थना का रूप में ये अपेक्षा करता है. നമ്മളെ എവിടുന്നാ വിടുവിച്ചത്? ആ വിടുവിച്ച ആ സ്ഥലം നമ്മളെ സഹോദരന്മാരുടെ ഇടയിലാണ് നമ്മൾ ഘോഷിക്കുന്നത്. നമ്മൾ എവിടെ ആയിരുന്നു, നമ്മളിപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ളത്. हमें किस अवस्था से जो बंधन में हम लोग फंसे हुए थे, उस बंधन की अवस्था से प्रभु ने अद्भुत रीति से हमें छुटकारा दिया, अंधकार से बचाकर हमें ज्योति में लेकर आया. ये बात का खुशी और आनंद और घोषणा उसका जो पर्व है, भाइयों के साथ संगति कर कर वो बनाया जाता है. ഇത് ലോകക്കാരോട് പറഞ്ഞാൽ അവർക്ക് ഇത് മനസ്സിലാകുകയില്ല. अगर ये बात संसार को जाकर बताएंगे तो उनको समझ में नहीं आएगा. കാരണം അവർക്ക് ഈ ജ്ഞാനം, ഈ ആത്മാവ് ലഭിച്ചിട്ടില്ല ആ സമയത്ത്. क्योंकि उनको इस प्रकार का ज्ञान और आत्मा उनको नहीं मिला है. അവരോട് ഈ സന്തോഷം പറയുമ്പോൾ അവർ പറയും, നിനക്കെന്തോ മാനസികമായിട്ട് എന്തോ അസുഖമുള്ളതെന്ന് പറയും. अब ये आनंद जाके संसार के लोगों को बताते हैं तो वो लोग बोलता है कि तुमको मानसिक कोई खराबी है, दिमाग खराब हो गया करके बोलेंगे. അവരുടെ സന്തോഷമെല്ലാം ഈ ലോകത്തിലാണ്. क्योंकि उन संसार का लोगों का खुशी और आनंद संसार की बातों में है. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല, ഇവിടെ അങ്ങ് അവസാനിക്കുക എന്ന് അവർ പറയുന്നത്. लोग, संसार के लोग कहते हैं कि ये दुनिया खत्म हो जाने के बाद इधर से निकल गया तो सब बात खत्म, इसके बाद कुछ भी नहीं है. അതുകൊണ്ട് ഇവിടെ മാക്സിമം അതിന്റെ സന്തോഷം അനുഭവിക്കുക എന്നാണ് അവർ പറയുന്നത്. इसलिए यहाँ पर दुनिया में कितना आनंद बना सकते हो उतना बनाओ. എന്നാൽ നമ്മുടെ സന്തോഷം അതിനപ്പുറമായി ക്രിസ്തുവും സ്വർഗവുമാണ് നമ്മുടെ സന്തോഷം. परंतु हमारा खुशी उससे भी बड़ा और उससे भी आगे, जहाँ स्वर्ग पर है वहां पर है हमारा आनंद. ക്രിസ്തു എവിടെ ആയിരിക്കുന്നോ അവിടെയാണ് നമ്മുടെ സന്തോഷം ആനന്ദമെല്ലാം. हमारा मसीह कहाँ पर है वहां पर है हमारा आनंद. ആ ഒരു സന്തോഷത്തിലാണ് നമ്മളെ പിതാവായ ദൈവം വിളിച്ചിരിക്കുന്നത്. उसी आनंद पर है हमारा प्रभु ने हमें बुलाया है. ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ കർത്താവ് നമ്മളെ ആക്കി വെച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. मैं प्रभु को धन्यवाद देना चाहता हूँ कि इस मौके पर प्रभु ने हमें इस तरह का संगति में हमें बनाया रखा. ദൈവത്തിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. प्रभु का नाम का महिमा हो जाए. വലിയ ആഗ്രഹം ആണ് നമ്മളിപ്പോൾ കേട്ടത്. यो अभी हम लोग प्रभु जो हमारे ऊपर जो आग्रह और इच्छा रखा है उसके बारे में अभी हमने सुना. ഇന്ന് നാം കാണുന്ന ലോകത്തിന്റെ പ്രതാപവും മഹത്വവും എല്ലാം തിരുവചനം പറയുന്നത് പോലെ തീക്കും നരകത്തിനുമായി വേർപെടും.
हम देखते हैं कि जैसे ये दुनिया का महिमा, ये दुनिया का शोभा, ये दुनिया का सभी बातें एक दिन आग के लिए बचाए रखा है, ऐसा वचन कहता है। പിന്നെ അടുത്തത് ക്രിസ്തുവിന്റെ യുഗമാണ്. उसके बाद फिर मसीह का युग है, ആ യുഗം നിത്യമായിട്ടുള്ള കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. और वो युग, वो समय अनंतता को दिखाता है। അത് ഒരു കാലഘട്ടം മാത്രമല്ല, അനേക യുഗങ്ങൾ ഉള്ള ഒരു ക്രമീകരണമാണ് ദൈവം തന്റെ പുത്രനിൽ കൂടെ നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. और आने वाला युग करके बोलते समय में वो सिर्फ एक युग में सीमित नहीं है, बल्कि वो युगानी युग और बहुत से युग उसमें रहेगा, जहां पर हम प्रभु के साथ रहेंगे। അപ്പോൾ നമ്മള് 133 സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെയുള്ള ഒരു ഭരണം ഇനിയും യഹൂദന്മാർക്കും ഉണ്ടാകും അടുത്ത യുഗത്തിൽ. हम लोग अभी जो भजन संगीता 133 में हमने जो पढ़ा था, उसका वहां पर का जो अधिकार और जो राज्य है अभी यहूदियों के ऊपर भी आने वाला है। നമ്മളിവിടെ വായിക്കുമ്പോൾ എസെക്കിയേൽ പ്രവചനം 37:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലും യഹൂദന്മാരും ഒരുമിച്ച് സഹോദരന്മാരെ പോലെ ജീവിക്കാൻ പോകുന്ന ഒരു പ്രവചനം അവിടെ കാണാൻ കഴിയും. एजेकियल का पुस्तक 37 का 19-20 जब पढ़ते समय में वहां पर हम देखते हैं कि अभी इस्राएल लोग अभी जो है बच्चे कुछ लोग जब वो लोग एकत्र होंगे, एक भाइयों के समान वो लोग रहेंगे करके हम देखते हैं। 37:19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ एजेकियल 37 का 19 से जब हम पढ़ते हैं, पढ़े 19। तब उनसे कहना, परमेश्वर यहोवा यूं कहता है, देखो मैं यूसुफ की लकड़ी को जो इफ्राइम के हाथ में है और इस्राएल को जो गोत्र उसको उसके संगी है, उनको लेकर यहूदा की लकड़ी से जोड़कर उसके साथ एक ही लकड़ी कर दूंगा, और दोनों मेरे हाथ में एक ही लकड़ी बनेगी। और जिन लकड़ियों पर तू ऐसा लिखेगा, वे उनके सामने तेरे हाथ में रहे। ഇവിടെ നമ്മള് യഹൂദന്മാരെയും ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ ഗോത്രത്തെയും യഹൂദയെയും തമ്മിൽ ചേർത്ത് ഒന്നിച്ചു പണിയുന്ന ഒരു കാലഘട്ടം വരും. वहां पर इस्राएल गोत्र और यहूदा गोत्र, ये दोनों को प्रभु एक साथ मिलाकर एक करेगा करके ऐसा एक समय आने वाला है। എന്നാൽ അത് ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴെയാണ് സംഭവിക്കാൻ പോകുന്നത്. परंतु ये सब जब मसीह का राज्य स्थापना होगा तभी होने वाला है। എന്നാൽ ഇതിന്റെ നിഴലായിട്ട് ദാവീദിന്റെ ഭൗമ ജീവിതത്തിൽ തന്നെ ഈ രണ്ട് ഗോത്രങ്ങളും അല്ലെങ്കിൽ ഇസ്രായേൽ ഗോത്രവും യഹൂദ ഗോത്രവും തമ്മിൽ 7 വർഷം അകന്നു നിന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. परंतु यही अवस्था, ये तो एक छाया वचन जो भविष्यवाणी के रूप में जब एक दिन पूरा होने वाला है, उसी के पहले दाऊद के समय में हम देखते समय में जब दाऊद पूरा इस्राएल को, एक इस्राएल को जब वो राज्य करते समय में ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, ഫസ്റ്റ് 1 ക്രോണിക്കൽസ് 11 അധ്യായത്തിന്റെ 1-ാം വാക്യം. पहला क्रॉनिकल्स, पहला इतिहास उसका 11 अध्याय उसका 1 में जब पढ़ते समय में हम देखते हैं, അവിടെ ഇസ്രായേൽ എല്ലാം, അപ്പം ഇസ്രായേൽ എല്ലാം എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രം ഒഴിച്ച്, तो वहां पर सब इस्राएल करके बोला गया है। सब इस्राएल करके बोलते समय में यहूदा गोत्र को छोड़कर वो वहां पर बोला गया है। അപ്പം യഹൂദ ഗോത്രത്തിന്റെ മാത്രം രാജാവായി ഹെബ്രോനിൽ ദാവീദ് 7 വർഷം ഭരിച്ചു. तो वहां पर दाऊद अभी क्या था, सिर्फ एब्रोन का जो यहूदा गोत्र का जगह है, वहां पर सिर्फ 7 साल वो सिर्फ यहूदा गोत्र को एब्रोन में रहकर वो राज्य कर रहा था। അപ്പോൾ ഇസ്രായേൽ ഗോത്രം എല്ലാം വന്നിട്ട് ഈ ദാവീദിന്റെ അടുക്കൽ ഹെബ്രോനിൽ വരികയാണ്. ഹെബ്രോൻ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്നാണ് അർത്ഥം. സഹോദരന്മാർ തമ്മിൽ ഒന്നിച്ച് വസിക്കുന്ന ഇതിനെയാണ് ഹെബ്രോൻ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. കൂട്ടായ്മയുടെ സ്ഥലം എന്നാണ് ഹെബ്രോന്റെ अर्थം. तो तभी वहां पर जब दाऊद जब सिर्फ यहूदा गोत्र पर राज करते समय में, तो बाकी इस्राएल के गोत्र दाऊद के पास आया, क्योंकि वो लोग तभी दाऊद का राज्य उन पर नहीं था, तो वो लोग सब लोग एब्रोन जगह पर आया। एब्रोन यानी कि भाईचारा और संगति को दिखाता है। वो संगति के उस भाव में वो लोग सब लोग दाऊद के पास आता है। അപ്പൊ അവർ വന്നിട്ട് ദാവീദിനോട് പറയുന്നത് നോക്കണം, 7 വർഷം ഇസ്രായേൽ ഗോത്രം ദാവീദിൽ നിന്നും വേറിട്ട് ഭരിച്ചു. എന്നിട്ട് 7-ാം വർഷത്തിൽ അവർ വരികയാണ്, ഇസ്രായേൽ എബ്രോനിൽ വരുന്നോണ്ട് പറയുകയാണ്, ദാവീദിനോട് പറയുകയാണ്, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും അല്ലോ. तो ये जब इस्राएली लोग जब यहूदा गोत्र से अलग रहकर सिर्फ दाऊद सिर्फ इस्राएल यहूदा गोत्र को 7 साल जब वो राज्य करते समय में 7वां साल सारा बाकी बचे हुए इस्राएली गोत्र वो एब्रोन में वहां पर आकर दाऊद से कहता है कि देखो सुनो,
हम लोग भी तेरे एक ही हड्डी के और एक ही मांस के भाग है। അപ്പൊ ശമൂവേൽ മുഖാന്തരം ദാവീദിന് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ അതിന്റെ രണ്ടാം വാക്യത്തിൽ അതിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്, നീ എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട് എന്നുള്ള ശമൂവേലിന്റെ പ്രവചനത്തെ അവരെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ മൂപ്പന്മാര് ദാവീദിന് അടുക്കൽ വരുന്നത്. तो ये इसराइल के जो बचे हुए इसराइल के लोग, ये जो अधिकारी, ये लोग जो सरपंच थे यानी कि जो अध्यक्ष लोग थे, ये लोग जब दाऊद के पास आकर एकता का बात करने आते समय में परमेश्वर ने पहले से ही उसको शाऊल राजा के द्वारा यानी कि जो शमूएल भविष्यवक्ता के द्वारा भविष्यवाणी किया गया था, जहां पर दूसरा वाक्य में कहता है कि यहोवा परमेश्वर ने ये कहता है कि तू मेरी प्रजा इसराइल का चरवाएगा और उसी के इसराइल के तू प्रधान भी रहेगा करके ये वाणी, ये भविष्यवाणी जो पहले से दाऊद को दिया गया था दाऊद के विषय में, वही वचन लेकर इसराइल का अधिकारी लोग दाऊद के पास आकर एकता और प्रेम में बने रहने का विषय के लिए लोग आता है। അപ്പൊ അവരെ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം എന്താണ്? तो वो लोग एक होकर एकत्र रहने का उद्देश्य क्या था? ദാവീദിനെ രാജാവാക്കാൻ. दाऊद को राजा बनाए। ഇതുപോലെയാണ് നമ്മൾ സഭ കൂടി വരുമ്പോൾ നമ്മള് ക്രിസ്തുവിന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ മാംസവുമായി അവന്റെ ശരീരത്തിന്റെ അവയവമാകും. നമ്മളത് എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ അവന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ മാംസവുമായി ഏക ശരീരമാണ്. उसी तरह नए नियम में हम देखा जाए तो कलीसिया भी इसी रीति से हम लोग मसीह के एक ही देह के भाग है और एक ही हड्डी के भाग है करके एफेसियों का पुस्तक 5वां अध्याय में हम पढ़ते हैं। तो वो वहां पर उसी अर्थ में हमें भी प्रभु के साथ उसी प्रेम में हम लोग जब एकत्र होते समय में यही प्रभु को हम लोग राजा ठहरा कर हमें एकत्र होना है। അവിടെ യഹൂദ ഈ ഇസ്രായേൽ മൂപ്പന്മാര് പറഞ്ഞതുപോലുള്ള അതേ പദമാണ് മലയാളത്തിൽ, അത് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. എഫേസ്യ ലേഖനം 5:30 നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ എന്നാണ്. പക്ഷെ അങ്ങനല്ല, അവിടെ ആ ഇസ്രായേൽ മൂപ്പന്മാര് ദാവീദിനോട് പറഞ്ഞതുപോലെ തന്നെയാണ്, ഞങ്ങൾ എങ്ങനെയാണെന്നറിയോ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി നിന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസവും മാംസവും ആകുന്നു എന്നാണ് അവിടെ എഴുതേണ്ടത്. तो वहां पर देखो हिंदी और मलयालम में वो वाक्य आया नहीं है। एफेसियों का पुस्तक 5:30 पढ़ते समय में जैसा उस समय में इसराइल का अधिकारी लोगों ने दाऊद के पास आकर बोला कि तू हमारा मांस का भाग और हड्डी का भाग है, उसी तरह एफेसियों का पुस्तक 5:30 पढ़ते समय में इसलिए कि हम तुम्ही के एक ही देह के अंग है, तुम्हारा मांस का और तुम्हारा हड्डी का भाग है करके ऐसा एक शब्द जोड़ना चाहिए। അപ്പൊ നമുക്ക് യേശുക്രിസ്തുവിന്റെ അർപ്പിച്ച ശരീരയാഗത്താൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീർന്ന് നമ്മളെ ക്രിസ്തുവിൽ നിന്നും വന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും വന്ന ഒരു കൂട്ടം ജനമായി നമ്മള് എല്ലാവരും സഹോദരന്മാരായി യേശുക്രിസ്തുവിനെ രാജാവായി കാണുവാൻ, യേശുക്രിസ്തുവിനെ ഉന്നതനായി കാണുവാൻ, യേശുവിന്റെ പ്രവൃത്തി, അവന് നമ്മളോടുള്ള സ്നേഹം, അവൻ നീതി പ്രവർത്തിച്ചത്, ഇങ്ങനെ ക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു സംഘമാണ് യഥാർത്ഥമായ സഭ. तो असली कलीसिया, असली मंडली वही लोग हैं जो प्रभु के लोग एकत्र होकर एक साथ रहकर, जहां पर सब लोग एक ही भाई के अवस्थे में भाईचारे में बने रहकर, जहां पर परमेश्वर ने अपना पुत्र के बलि के द्वारा उन्होंने जो लहू बहाया है और उसमें से जो जीवन उत्पन्न हुआ है, उस जीवन के आधार पर कलीसिया मंडली जो उत्पन्न हुआ है उसके आधार पर है सभी भाई लोग एकत्र होते समय में भाईचारे में और एकता में बने रहकर मसीह को वो हमारा राजा है ये बात बोलकर मसीह का महिमा करते हुए, मसीह हमारा धार्मिकता है, मसीह हमारा पवित्रता है, ये सब कार्य हमें एक करने के लिए मसीह ने किया, इस तरह ये बात को गवाही देकर प्रभु का नाम को ऊंचा उठाने के लिए आ रहे हैं। അപ്പോൾ അവിടെ ദാവീദ് ഈ ഹെബ്രോനിലെ യഹൂദന്മാരുടെ അടുക്കൽ അല്ലെങ്കിൽ യൂദ ഗോത്രത്തിന്റെ അടുക്കൽ ഈ മറ്റ് ഇസ്രായേൽ മക്കൾ വന്നപ്പോൾ ദാവീദിനെ രാജാവാക്കാനാണ് വന്നതെന്നുള്ളത് അറിഞ്ഞപ്പോൾ അവൻ ചമച്ച സങ്കീർത്തനമാണ് 133-ാം സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്നുള്ള സങ്കീർത്തനം 133 ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചമച്ചതാണ്. इसीलिए जो जब दाऊद ने जब हेब्रोन में वो रहकर यूदा गोत्र के ऊपर जब वो राज करते समय में उसने देखा कि बाकी इस्राएल गोत्र वहां पर आकर उसको राजा बनाने के लिए आए हैं, उस उद्देश्य से मैं आया है करके जब उसने देखा और जान लिया, तब उसने लिखा हुआ भजन है, भजन संगीता 133 जो हम पढ़ते हैं, जिसका पहला वाक्य में हम देखते हैं कि देखो काई कितना भला है और मनोहर है जब भाई लोग आपस में मिले रहते हैं।
അവിടെ യഹൂദ മൂപ്പന്മാര് പറയുന്ന ഇസ്രായേൽ മൂപ്പന്മാര് 1 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിൽ ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. और वहां पर वही पहला इतिहास का 11 का 2 में जो इसराइली बुजुर्ग लोग थे, प्राचीन लोग थे, वहां पर वो लोग एक बात कहते हैं, മുമ്പേ ശൗൽ രാജാവായിരുന്ന കാലത്തും നീ ആയിരുന്നു നായകനായി ഇസ്രായേലിനെ നടത്തിയത്. पढ़ेंगे अगले दिनों में जब शाऊल राजा था तब भी इजरायलियों का अगुआ तू ही था. हाँ बस तो जब शाऊल जब राजा रहते समय में, उस समय में सच्चा अगवा तो तू ही था दाऊद. ഇവിടെ നമുക്ക് ഒരു ആത്മീയ അർത്ഥം ഇവിടെയുണ്ട്. यहाँ पर एक आत्मिक अर्थ है. നമ്മിൽ തന്നെ ഒരു ശൗലുമുണ്ട്, നമ്മിൽ തന്നെ ഒരു ദാവീദുമുണ്ട്. वास्तव में वो आत्मिक अर्थ तत्व है कि हमारे अंदर ही एक शाऊल है और हमारे अंदर भी दाऊद है. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആരംഭഘട്ടത്തിൽ ഈ ദേഹി ക്രൂശിക്കപ്പെടേണ്ട ആവശ്യം നമുക്ക് മനസ്സിലാകാത്ത കാലത്തോളം നമ്മുടെ ജഡമാണ് രാജാവായിട്ട് സഹോദരന്മാരിൽ നിന്ന് മഹത്വം ആഗ്രഹിക്കുക, സഹോദരന്മാരെ ഭരിക്കുക, സഹോദരന്മാരുടെ കുറ്റം കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ സഭ ആരംഭഘട്ടത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. കാരണം നമ്മുടെ ശൗലാണ് രാജ്യം ഭരിക്കുന്നത്, കാരണം ജഡമാണ് നമ്മളെ ഭരിക്കുന്നത്. तो क्योंकि हम लोग विश्वासियों का, हम जब विश्वासी में आते समय में, हमारा विश्वास का शुरुआती दिनों में, क्योंकि हमारा शरीर बहुत ही उत्तेजना में रहते समय में, हम लोग तभी बहुत शारीरिक प्रकृति और स्वभाव में रहते हैं, यानी कि साउल रहता है जो हमारे ऊपर अधिकार करता है. तो शारीरिक स्वभाव हमेशा क्या करता है? दूसरों को कमी दिखाना, दूसरों में गलती निकालना, दूसरों के ऊपर अधिकार करना, दूसरों को नीचे गिराना. इस तरह विश्वासी का आरंभ शुरुआतों में हम लोग इस तरह का शारीरिक स्वभाव दिखाकर कलीसिया में हम लोग जीते थे, क्योंकि शारीरिक स्वभाव हमेशा झगड़ा और फूट लाता है. അപ്പോൾ അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിൽ പോലും അവർ പറയുകയാണ്, ശൗൽ രാജാവായി ഇരുന്നപ്പോഴും ഇസ്രായേലിന് ഗുണമൊന്നും ഉണ്ടായില്ല, തിന്മ മാത്രമേ ഉണ്ടായുള്ളൂ. എങ്കിലും ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി, യഹൂദ ഗോത്രത്തിനും ഇസ്രായേൽ ഗോത്രം മുഴുവനും വേണ്ടി യുദ്ധം ചെയ്ത കാര്യം അവർ ഓർക്കുകയാണ്. तो परंतु जिस तरह जैसा यहाँ पर इस्राएली लोग, वो लोग क्या एक तत्व बताते हैं, सच्चाई बताते हैं. भले ही शाऊल उनको अधिकार चला रहा था, असली अध्यक्ष और अगुवा कौन था? दाऊद था. उसी तरह हम लोग विश्वासी लोग जिस दुनिया में हम लोग विश्वासी का आरंभ में जीते समय में, शाऊल का उस अनुभव में हम लोग जीते समय में हमारा असली अगुवा कौन है? दाऊद है. मतलब आत्मा है जो हमें नियंत्रण करता है. वो अनुभव में यहाँ पर हमारे जीवन में भी वो अनुभव हुआ है. അപ്പോൾ അവർ പറയുകയാണ്, നിന്റെ ശരീരവും നിന്റെ അസ്ഥി മാംസവും ഞങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിന് കൊടുത്ത് ഞങ്ങളെ പോറ്റി പുലർത്ത് നീ ആണെന്ന് നന്ദിപൂർവ്വം അവർ സ്മരിക്കുക. तो उन लोग इसराइल के उस प्राचीन लोगों को, अध्यक्ष लोगों को मालूम था कि जब साउल राजा रहते समय में, तब दाऊद था हमेशा इसराइल के लिए और यहूदा गोत्र के लिए हमेशा दाऊद जाकर युद्ध जीत कर आता था, जिसके वजह से उन लोगों को मालूम था दाऊद ने अपना पूरा मांस और पूरा हड्डी इसराइल को हिफाजत के लिए, इसराइल गोत्र और यूदा गोत्र का हिफाजत के लिए दाऊद हमेशा अर्पण किया करके. ഇത് തന്നെയാണ് എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, നമ്മൾ 29-ാം വാക്യത്തിൽ വായിക്കുന്നത്. यही बात हम लोग एफेसों का पुस्तक 5:29 में भी हम देखते हैं. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല. ഇവിടെ ക്രിസ്തുവിന്റെ സഭയെ അവന്റെ ജഡം പോലെ കാണുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നു. वहां पर हम देखते हैं कि कोई भी अपना मांस को, अपना शरीर को नफरत नहीं करता था, बल्कि वो पालन पोषण करता था. यानी कि प्रभु के बारे में बता रहा है कि प्रभु कभी भी वो हम जो उनके शरीर है उसको नफरत नहीं किया, बल्कि हमेशा हमसे प्रेम कर पालन पोषण करता था. നമ്മൾ ജഡത്തിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ശിക്ഷ മേടിച്ചു തരികയോ നമ്മളെ പകയ്ക്കുകയോ ചെയ്യാതെ പിതാവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജഡത്തിൽ ജീവിച്ചപ്പോഴും ഉണ്ടായിരുന്നു. हमारे जीवन में प्रभु ने जब हमें देखकर, हम लोग भले ही शारीरिक लोग विश्वासी है करके बोलकर हमें टुकरा कर हमें सजा देने के लिए नहीं जाता था, बल्कि तभी भी वो हमारा पालन पोषण कर प्रेम कर जब हम लोग शारीरिक रहते समय में, ऐसा एक अवस्था में प्रभु तभी भी हमारा देखभाल करता था. അപ്പം ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ പോറ്റി പുലർത്തുകയാണ്. കാരണം നമ്മൾക്ക് വേണ്ടി അവൻ മധ്യസ്ഥ ചെയ്തുകൊണ്ടാണ്, നമുക്ക് ഒരു ആത്മീയ മുന്നേറ്റം കിട്ടാൻ അവൻ മധ്യസ്ഥ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴെങ്കിലും അല്പമെങ്കിലും പ്രകാശം ലഭിച്ചിരിക്കുന്നത്. जैसा मसीह भी कलीसिया के साथ रहता था और साथ रहकर उसका पालन पोषण करता था, वो ये मसीह का स्वभाव है. तो मसीह ने उस समयों में, उन दिनों में और आज भी हमारे लिए मध्यस्थी कर हमारा गलतियां जिस गलती किया उसका सजा ना देते हुए हमारे लिए मध्यस्थी करने का वो स्वभाव रहने की वजह से है आज हमारा इतना आत्मिक उन्नति हुआ है. അപ്പം കർത്താവ് ഇത്
അപ്പൊ ഇത് പഴയ 133 സങ്കീർത്തനത്തിൽ ദാവീദിന് സംഭവിച്ചതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ദാവീദും ശൗലും അങ്ങനെയായിരുന്നു നമ്മുടെ ഈ ആരംഭകാലം. അപ്പോൾ നമുക്ക് ക്രിസ്തുവിനെ രാജാവാക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നില്ല, നമ്മൾ തന്നെ രാജാവാകാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. तो जब हमारे विश्वास का शुरुआती दिनों में, जब हम नए नए विश्वासी बनते समय में, हमारा शरीर इतना सामर्थ्य था कि हम लोग हमेशा शरीर को ही ज्यादा महत्व देकर दूसरों के ऊपर अधिकार करने के लिए, दूसरों को दबाकर हम उनके ऊपर अधिकार रहे और लोग हमारा तारीफ करें, इस तरह का इच्छा और मनोभावना रहते समय में मसीह हमारा राजा होना चाहिए करके ऐसा मनोभावना हमारे अंदर नहीं रहता था. എങ്കിലും ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തതുകൊണ്ട് ക്രിസ്തുവിന്റെ നിലപാട് കണ്ടിട്ട് ഹോളി സ്പിരിറ്റ് നമുക്ക് വചനത്തിന്റെ പ്രകാശം തരികയും ഇന്നിനി നമ്മൾ കൂടി വരുന്നത് ഒരു മാലയിൽ കോർത്ത അല്ലെങ്കിൽ ചരടിൽ കോർത്ത മാല പോലെ നമ്മളെല്ലാവരും ക്രിസ്തുവിനെ ഉയർത്തണം എന്നുള്ള നിലയിൽ ആരാധനയിൽ നമ്മൾ ഒരുമിച്ച് വരികയാണ്. കുഞ്ഞാടിയെ നീ അറുക്കപ്പെട്ടു, നിനക്ക് മഹത്വം. അങ്ങനെ നമ്മുടെ ആരാധനയിൽ വരുമ്പോൾ നമ്മളെ ഒരു വ്യക്തിയെ അനുഗ്രഹിച്ച നിലയല്ല, സഭയെ അനുഗ്രഹിച്ച കാര്യം, എല്ലാവർക്കും ഒരുപോലെ തുല്യ പദവി കിട്ടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനമാണ് അത്. ക്രിസ്തുവിന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിൽ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു, പിതാവിന് അത് മഹത്വമായി തീരുകയാണ്. तो तभी भी जब भले हम लोग शारीरिक समय में, शारीरिक अवस्था में हम लोग जीते समय में, तभी भी प्रभु यीशु मसीह हमारे लिए मध्यस्थी करता था. और जब भी हमारे लिए मध्यस्थी करता था प्रभु, तभी पवित्र आत्मा, प्रभु हमारे लिए मध्यस्थी कर रहा है, ये बात को देखकर हमेशा पवित्र आत्मा हमेशा हमें समय समय पर हमें वचन देकर हमारा पालन पोषण कर हमारा बढ़ोतरी करने का कोशिश वो यत्न करते रहता था. और आज उस मेहनत जो पवित्र आत्मा हमारे लिए, जो मेहनत हमारे लिए किया है, जो वचन हमको समय समय में देने के वजह से आज हमारा इतना बढ़ोतरी हुआ, जिसके वजह से आज हम लोग को वो फर्क समझकर हम लोग आत्मिकता में हम लोग बढ़ने की वजह से जब भी हम लोग एकत्र होते आते समय में, जैसा हम लोग सब लोग एक ही भाग का है, जैसा मोतियों का हीरा हार को अगर हम देखें तो वो एक ही धागे में मोतियों को बांध कर रखकर वो एक गठबंधन में आ गया है, उसी तरह प्रभु का वचन को बार बार मिलने की वजह से हम सब का मनों का, हृदय को प्रेम का गठबंधन में बांधकर हम लोग सब का बढ़ोतरी हुआ है, जिसके वजह से पिता परमेश्वर का महिमा हुआ. और परमेश्वर का इसी बात का आनंद है कि हम सब मसीह का जब ऊंचा उठाते हैं. അപ്പൊ സഭ മൊത്തമായിട്ടും ശൗലിന്റെ ഭരണം നിർത്തി ക്രിസ്തുവിന്റെ ഭരണം ഏറ്റെടുക്കുന്ന, ദാവീദിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നില്ലെങ്കിലും പലരും ഇന്ന് ശൗലിനെ പോലെ ആണെങ്കിൽ പോലും അവരെ പിന്തള്ളാതെ അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു നിലയിൽ സഭ എത്തുന്ന 2, 3, 4, 5 സഹോദരന്മാരെങ്കിലും ഈ നിലയിൽ മുന്നോട്ട് വരുമ്പോൾ ദൈവഹൃദയം സന്തോഷിക്കുക. इसके लिए आज हम लोग भले ही कलीसिया उस पूरा मुकाम में पहुंचा नहीं जहां पर जैसा पुराने नियम में दाऊद को पूरा अधिकार दिया था इस्राएल और यहूदा गोत्र ने, वैसा अभी तक कलीसिया में उस तरह का पूर्णता में आया नहीं है. फिर भी प्रभु यीशु मसीह मध्यस्थी कर रहा है और उस मध्यस्थी की वजह से पवित्र आत्मा आज भी हमें समय समय पर वचन दे रहा है. और जिसका फायदा क्या है, आत्मा का समय समय पर वचन मिलने की वजह से कम 2, 3 या 4, 5 भाई लोग अभी भी वो वचन प्राप्त कर उन लोग को वचन मिलकर कलीसिया का बढ़ोतरी के लिए उस प्रेम में आकर उन लोग जब वचन बांटकर मसीह को ऊंचा उठाते समय में उस 2-5 भाइयों के वजह से आज भी कलीसिया में प्रभु महिमा ले रहा है. അപ്പൊ സഭയിൽ പക്വതയിലെത്തിയ അല്ലെങ്കിൽ ശൗലിന്റെ ഭരണം നിർത്തിയിട്ട് ദാവീദിന്റെ ഭരണം സ്വീകരിക്കുന്ന രീതിയിൽ ദാവീദിനെ രാജാവാക്കാൻ ശ്രമിക്കുന്ന 2, 3 സഹോദരന്മാരുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതാണ് നമ്മൾ റോമാലേഖനം 14 അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. इसलिए कलीसिया में कुछ लोग भाई लोग रहेंगे, कम से कम 2-3 भाई लोग रहेंगे जिसने शाऊल का उस अधिकार से बाहर निकलकर दाऊद ही हमारा असली राजा है, यानी मसीह हमारा असली राजा है करके ऐसा बोध में आए हुए कुछ भाई लोग रहेंगे. उन भाई लोग का बहुत बड़ा एक जिम्मेदारी होता है, जिसका हम लोग पढ़ते हैं रोमियो का पुस्तक 14:1 में. അവിടെ നമ്മൾ വായിക്കുന്നത് അവര് വിശ്വാസത്തിൽ ബലഹീനരാണ്, കാരണം അവർ ജഡത്തിൽ ശക്തരാണ്. और जो भाई लोग अभी भी उस शाऊल का बंधन से बाहर नहीं निकाला, छुटकारा नहीं निकला है, वो लोग अभी भी शरीर में वो लोग दुर्बल लोग हैं, जिसके वजह से वो लोग विश्वास में भी निर्बल हो चुके हैं. അവരുടെ എന്ന് പറഞ്ഞാൽ അവര് ജഡത്തിലാണ്, കാരണം അവർക്ക് തന്നെ ക്രിസ്തുവിന്റെ കർത്തൃത്വം, ക്രിസ്തുവിനെ രാജാവാക്കണമെന്നുള്ള ബോധ്യത്തിലേക്ക് എത്തിയില്ല. എങ്കിലും നമ്മൾ അതവരെ കാണേണ്ടത് 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. तो ये बात वो लोग, क्योंकि वो लोग निर्बल होने की वजह से, शारीरिक विश्वासी होने की वजह से प्रभु यीशु मसीह को पूर्ण रीति से प्रभुत्व ना देकर शाऊल का अधिकार को स्वीकार कर अपना शारीरिक दशा में रहते हैं, तो भी प्रभु उनके लिए मध्यस्थी कर रहा है. ऐसे समय में हम लोग
रोमियो का पुस्तक 14 का 1 और 15 अध्याय का पहला वाक्य पढ़कर वो अनुभव में हमें उनके साथ रहना है। അവിടെ 15-1 വായിക്കുന്നത് എന്താണ്? എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും തന്നിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഇതാണ് ക്രിസ്തുവിന്റെ മഹത്വം വരുന്ന കാര്യം. 15 का 1 पढ़े। निदान हम बलवानों को चाहिए कि निर्बलों की निर्बलताओं को सहे, न कि अपने आप को प्रसन्न करे। ये है प्रभु का इच्छा। प्रभु जो जाता है कि वचन में प्राप्त थोड़ा बढ़ोतरी पाए और विश्वास के लोग निर्बल भाइयों के लिए करें। അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു നിലയിലേക്ക് സഭ എല്ലാവരും ഒരുപോലുള്ള നിലയിൽ എത്തുന്നില്ല. കാരണം എല്ലാ സഭയിലും പല വിധത്തിലുള്ള കുറവുകൾ, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന്റെ മഹത്വം ആരും കണ്ടില്ല എങ്കിൽ അത് സഭയായിട്ട് പരിഗണിക്കാൻ കഴിയുകയില്ല. കാരണം ക്രിസ്തുവിനെ രാജാവാക്കുക എന്നുള്ളതാണ് ആരാധനയിൽ പ്രധാന ലക്ഷ്യം. तो अभी भी हम लोग स्थानीय कलीसियाओं में जब एकत्र होते हैं समय में ऐसा संभावना हो सकता है कि स्थानीय कलीसियाओं में सब लोगों ने उस मुकाम पर पहुंचा नहीं जहां पर मसीह तू ही हमारा राजा है बोलकर सब भाई लोग एक मन होकर मसीह को पूर्ण स्थान दे। ऐसा बहुत ही कम कलीसिया रहेगा। तो इस तरह स्थानीय कलीसियाओं मसीह को पूर्ण स्थान देने का वो अवस्था में ना पहुंचने की वजह से है जो मसीह में बढ़ोतरी पाए उनका जिम्मेदारी बनता है, जिसकी वजह से हम देखते हैं कि कलीसिया में कुछ निर्बल लोग हैं। അപ്പം പക്വതയിലേക്ക് എത്തിയ സഹോദരന്മാർ പിന്നെയും മനസ്സിലാക്കേണ്ട കാര്യം അതിന്റെ കൊലോസ്യ ലേഖനം 1:14 മുതൽ അതിന് 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആരാധനയുടെ ഒരു വലിയ ഒരു ദർശനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് തരികയാണ്. അവൻ ആരാണ് നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാരം വരുത്തിയത്. അവിടെ 14 മുതൽ വായിക്കുമ്പോൾ कलीसिया में जो लोग बढ़ोतरी पाए हैं, जिसको ये बात का भेद समझकर शाऊल का अधिकार से बाहर निकलकर प्रभु का अधिकार में आए हुए लोगों का एक बहुत बड़ा जिम्मेदारी होता है, जो हम लोग कोलोस्य का पुस्तक 1 का 14 से पढ़ते समय में वहां पर हम देखते हैं उस अनुभव में, क्योंकि उन लोगों ने ये बातों को समझकर उन लोग का बढ़ोतरी हुआ है। അവനിൽ നമുക്ക് 14 വാക്യം, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടും അടിസ്ഥാനം. കാരണം ബലഹീനനാണെങ്കിലും ജഡത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും ആത്മീയമായിട്ട് ഉന്നതനാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ദൈവത്തിന് 1000 സ്തോത്രം വരാൻ ക്രിസ്തു മൂലം ഇടവരുന്നു. तो इसीलिए ये हर प्रकार 14 वाक्य 14 पढ़ते समय में वहां पर हम देखते हैं जिसे हमें छुटकारा अर्थात पाप का क्षमा प्राप्त हुई है। ये हर प्रकार का विश्वासी जो विश्वासी में बढ़ोतरी पाया है या जो विश्वास में कमजोर है या जो नया विश्वासी है, ये सब प्रकार विश्वासियों का नींव बात है कि प्रभु यीशु मसीह ने हमारा पापों का क्षमा के लिए उन्होंने कार्य दुख उठाया, कष्ट था। ये बात पर हम सब लोगों को आराधना कर प्रभु को धन्यवाद देना है। അപ്പൊ അവൻ ആരായിരുന്നെന്നും പിന്നീട് ദൈവം അവനെ കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കണം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്, സർവ്വസൃഷ്ടിക്കും ആദിജാതനാണ്. അപ്പൊ താപ്പോട്ട് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായത് സിംഹാസനങ്ങൾ, കർത്തൃങ്ങൾ, അധികാരങ്ങൾ സകലവും അവൻ മുഖാന്തരം സൃഷ്ടി. അപ്പൊ അവന് ഈ ക്രിസ്തുവിന്റെ മഹത്വമാണ് സഭ കാണുവാൻ പിതാവായ ദൈവം പരിശുദ്ധാത്മാരോട് ആഗ്രഹിക്കുന്നത്. और 15, 16, 17 वाक्य पढ़ते समय में वहां पर हम देखते हैं कि ये प्रभु जिसने अपने छुटकारा के लिए जो दाम उठा किया, इतना बड़ा कष्ट सहा, वो कौन था करके वहां पर बताता है। वो अदृश्य परमेश्वर का प्रतिरूप है। वो सारा स्वर्गदूतों का, अधिकारों का, जो दिखने वाला अनदेखा का, और सारे प्रधानों, सारे प्रभुओं का, सबका अधिकारों में वो है। और वही सब वस्तुओं का प्रथम है, जो सब वस्तुओं में वो स्थिर रहती है। ये सब बातें प्रभु जिस अधिकार में वो पहला था वो बात को बताता है। അപ്പം 17, 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തുന്നതിന്റെ ക്ലൈമാക്സ് സഭയിൽ, ലോക്കൽ സഭയിൽ വെളിപ്പെടുത്തുകയാണ്. और फिर 17, 18, 19 जब पढ़ते समय में वहां पर हम देखते कि पिता परमेश्वर ने यीशु मसीह को जो इस दुनिया में बेचकर वो क्यों किया, ताकि यीशु मसीह को इस दुनिया में बेचकर वो कष्ट था, ताकि कलीसिया में यीशु मसीह प्रधान बन जाए, कलीसिया का शिरोमणि बन जाए। ये बात कलीसिया देखकर आराधना करना चाहिए। അവൻ സകലത്തിനും ആധാരമായിരിക്കും. और वो सब 17 വാക്യം, 17 वाक्य में हम देखते हैं कि वो सारा वस्तुओं, सब वस्तुओं का वो प्रथम है। പിന്നെ അടുത്ത വാക്യം, और फिर आगे हम पढ़ते हैं സഭ എന്ന് പറയുന്ന ദൈവത്തിന്റെ പുതിയ സൃഷ്ടിയിൽ എന്നേക്ക് നിലനിൽക്കുന്ന ദൈവത്തിന്റെ ഹൃദയവാഞ്ച മുഴുവനും കൃപ വെളിപ്പെടുത്തുന്ന അവന്റെ മഹത്വമുള്ള സഭ എന്ന് പറയുമ്പോൾ അതിന്റെ അവൾ പറയാണ് സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. എന്നിട്ട് ഈ ശരീരത്തിൽ സകലത്തിലും താൻ മുമ്പനാകണം, അവർ ഒന്നാമനാകണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. और फिर जो यीशु मसीह का उस बलिदान के द्वारा जो कलीसिया उत्पन्न हुआ, कलीसिया जो नया सृष्टि है, वो कलीसिया का वहां पर मसीहा क्या होना चाहिए, अर्थात वो कलीसिया का वो सिर बने, यानी कि वही आदि
और वो वही सब बात का प्रधान रहे, सब बातों का पहलौटा रहे, ये कलीसिया में वो प्रधान ठहरा जाए, ये बात है परमेश्वर का इच्छा मसीह में कलीसिया का विषय में। അപ്പൊ ഇവിടെ നമ്മള് 23 മത്തായി സുവിശേഷം 23 അധ്യായത്തിൽ കർത്താവ് ഈ കാര്യം പറയുന്നുണ്ട്. और मती का पुस्तक 23वां अध्याय में इस विषय में हम देखते हैं, നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നേതാവ് ഉണ്ടാകരുത്, ക്രിസ്തുവായിരിക്കണം നേതാവ്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക ഗുരു ഉണ്ടാകരുത്, പരിശുദ്ധാത്മാവായിരിക്കണം ഗുരു. നിങ്ങളുടെ ഇടയിൽ ഒരു പിതാവ് ഉണ്ടാകാൻ പാടില്ല സഭയ്ക്ക്, അത് സ്വർഗസ്ഥനായ പിതാവാണ്. ഈ ഓർഡർ ക്രിസ്തു കൊണ്ടുവന്നിട്ടുണ്ട് 23 അധ്യായത്തിൽ, മത്തായി സുവിശേഷം 23 അധ്യായത്തിൽ. मती का पुस्तक 23वां अध्याय में वहां पर पढ़ते समय में प्रभु ने ये क्रमांक वहां पर लाया है। वहां पर वो कहता है कि तुम लोग सब लोगों को तुम लोग रबी करके नहीं बुलाना, सिर्फ एक ही तुम्हारा रबी है, वो है मसीह। तुम लोग सबको तुम लोग पिता करके नहीं बुलाना, सिर्फ एक ही तुम्हारा पिता है, वो स्वर्गीय पिता, और एक ही तुम्हारा है जो तुम्हारा नेता, जो तुमको चलाने वाला, वो है पवित्र आत्मा। इस तरह का क्रमांक प्रभु ने पहले से ही मती का 23 का 8, 9, 10 में वो क्रमांक दिया है। മലയാളത്തിൽ അതിന് 9-ാം വാക്യം, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. और वहां पर उसका इंग्लिश 8वां वाक्य, 8वां वाक्य में वहां पर हम देखते हैं जो हिंदी बाइबल में है, तुम सब लोग भाई लोग है। इंग्लिश में भी देखते हैं, तुम सब लोग भाई लोग। मसीह में आने के बाद बाकी हम सब लोग पिता पुत्र पवित्र आत्मा का अधिकार बताने के बाद बाकी सब विश्वासी लोग, सभी लोग कौन है? भाई है। അപ്പം ഇതാണ് നമ്മൾ എന്തിനാണ് സഹോദരന്മാർ ഒരുമിച്ച് കൂടുന്നത്? ക്രിസ്തുവിനെ രാജാവാക്കാൻ, ക്രിസ്തുവിനെ ഉന്നതി കൊടുക്കാൻ, അവനെ ഒന്നാമനാക്കാൻ. और क्यों सारा कलीसिया एक जगह पर एकत्र क्यों हो रहे? मसीह को मुख्य बनाने, मसीह को प्रधान बनाने, मसीह का नाम को ऊंचा उठाने। അവിടെ പിതാവ് മഹത്വം കൊടുക്കുകയാണ്. അവിടെയാണ് പിതാവിന് ആരാധന. സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്നത് ഇങ്ങനെയാണ്. और इस रीति से, इस तरह प्रभु को जब मसीह को ऊंचा उठाते समय में पिता को महिमा मिलता है। यही है सच्चा आत्मा में और सच्चाई में आराधना करने का अर्थ। അത് അക്ഷരപ്രകാരം ഇനി അടുത്ത യുഗത്തിൽ ദാവീദ് ഇസ്രായേൽ രാജാവായിരിക്കുമ്പോൾ സർവ്വലോകത്തിന്റെയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാക്കന്മാരായി ഭൂമിയെയും സ്വർഗത്തെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായി സഭ തീരും. और फिर जब आने वाला युग में सब बातें शारीरिक रीति से, ये बात पूरा जो आज जो कलीसिया में आत्मिक रीति से पूरा हो रहा है, जहां पर अधिकार मसीह है, जो कोलोसियों में हमने पढ़ा कि कलीसिया का प्रधानमणि शिरोमणि बन जाए, आने वाले युग में वो सब सच्ची शारीरिक रीति से होने वाला है, जहां पर भूमि में इस्राएल के ऊपर दाऊद को अधिकार देने के बाद पूरा स्वर्ग और भूमि का अधिकार प्रभु यीशु मसीह कलीसिया को देकर इस तरह भूमि और स्वर्ग को एक कर सबके ऊपर मसीह सर बनेगा। നമ്മളെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന് ക്രിസ്തുയേശുവിലുള്ള ആഗ്രഹം നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളം നിറയും, കണ്ണ് നിറയും. കാരണം നമുക്ക് എന്ത് യോഗ്യത ഉണ്ടായിരുന്നു, പക്ഷേ അവൻ നമുക്ക് വേണ്ടി യോഗ്യതയായി തീർന്നു. इसलिए जब पिता परमेश्वर ने मसीह के द्वारा हमारे लिए ऐसा बातें सोचकर रखा है, ये सब बातें जब हम लोग ध्यान करेंगे, मनन करेंगे, तो हमारा आंखों से आंसू आएगा। क्योंकि प्रिय, हमारा अवस्था क्या था, हम लोग क्या ही योग्य थे कि पिता परमेश्वर को ये भाया कि हमारे बारे में ऐसा सब बातें सोचने के लिए। നമുക്ക് ആ നല്ല പിതാവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാകാം. നമ്മൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിച്ചതുപോലെ നമുക്ക് ദൈവം ഈ ഭാഗ്യം തന്നല്ലോ, ദൈവത്തിന് സ്തോത്രം. इसलिए जैसा कोलोस्यों का पुस्तक 1:12 में हमने पढ़ा था कि उस स्वर्गीय पिता को हम लोग धन्यवाद दे, जिसने हमें अंधकार से निकालकर स्वर्गीय राज्य में रखने के लिए जो मन प्रभु ने हमारे लिए रखा है, उस महान अब्बा पिता को धन्यवाद देते हुए प्रभु को हम धन्यवाद दे। आमीन। प्रेज लॉर्ड।